ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത് ഹിന്ദു വിശ്വാസികൾ. ബംഗാളിൽ വിശ്വകർമ്മ പൂജ അവധി റദ്ദാക്കി. ഈദ് ഇൽ ഫിത്താർ അവധി നീട്ടാനായിരുന്നു മമത സർക്കാർ ശ്രമം നടത്തിയത്. എന്നാൽ ഹിന്ദു വിശ്വാസികളുടെ ഒരു സങ്കുചിതമായ ഇടപെടലിൽ ആ നീക്കത്തെ ശക്തമായി എതിർക്കുകയും അവസാനിപ്പിക്കുകയും ഹിന്ദു വിശ്വാസികൾക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കൊൽക്കത്ത മുനിസിപ്പൽ സ്കൂളിലെ വിശ്വകർമ്മ പൂജ അവധി റദ്ദാക്കി ഈദ് ഇൽ ഫിത്താർ അവധി നീട്ടാനായിരുന്നു മുനിസിപ്പൽ കോർപ്പറേഷന്റെ നീക്കം നടത്തിയതും. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള മമതാ ബാനർജിയുടെ ശ്രമമായിരുന്നു ഇത്. ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് OBC സമൂഹത്തിന് വളരെയധികം സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യമുള്ള ഒരു അവസരമായ വിശ്വകർമ്മ പൂജ അവധി റദ്ദാക്കുന്നതുമായി പ്രഖ്യാപിച്ചുകൊണ്ട് KMC ഒരു ഔദ്യോഗിക മെമ്മോറാണ്ടം കഴിഞ്ഞ ദിവസമാണ് പുറപ്പെടുവിച്ചത്. അതിന്റെ പകരമായി ഈദ് ഇൽ ഫിത്താറിന് അവധി ഒരു ദിവസത്തിൽ നിന്ന് 2 ദിവസത്തേക്ക് നീട്ടി നൽകുകയായിരുന്നു. എന്നാൽ ഈ നീക്കത്തിനെതിരെ ഹിന്ദു വിശ്വാസികൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട്, ശക്തമായി അപലപിച്ചുകൊണ്ട് IT സെൽ മേധാവിയായ അമിത് മാളവിയ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ X അക്കൗണ്ടിലൂടെ കുറിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പശ്ചിമ ബംഗാളിനെ മമതാ ബാനർജിയുടെ കീഴിലുള്ള ഇസ്ലാമിക ഖലീഫത്ത് എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. മമതാ ബാനർജിയുടെ അടുത്ത സഹായി ഫിർഹാദ് ഹക്കീം കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂളിലെ വിശ്വകർമ്മ പൂജയ്ക്ക് അവധി നിലനിർത്തിക്കാൻ ഉത്തരവിട്ടു. പ്രത്യേകിച്ച് OBCക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭം പകരം ഈദ് ഇൽ ഫിത്താറുമായി അത് നീക്കിവെച്ചു. നേരത്തെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി OBC സബ് കോട്ടയ്ക്ക് കീഴിലുള്ള സംവരണം വെട്ടിക്കുറച്ചിരുന്നു. അതുവഴി യഥാർത്ഥ OBC സമൂഹങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി അത് റദ്ദാക്കി. കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയതോടെ തന്നെ ഉത്തരവിൽ പിഴവ് സംഭവിച്ചതാണ് എന്ന് കാട്ടിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. പിഴവെന്ന് ഉത്തരവാദിത്തമായ ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം ഹിന്ദു വിശ്വാസികളുടെ മേൽ കുതിര കയറുന്ന എന്ന മനോഭാവത്തിലാണ് മമത ഓരോ പ്രസ്താവനകളും നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഹാകുംഭത്തെ മൃത്യുകുംഭ് എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും TMC നേതാവ് ഇക്കാര്യത്തിൽ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. 144 വർഷങ്ങൾക്ക് ശേഷമല്ല പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നതെന്നും മമതാ ബാനർജി പറയുന്നു. മഹാകുംഭ് 12 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കാറുണ്ട്. 144 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് എന്നും എനിക്കറിയാവുന്നിടത്തോളം ഇത് 2014 സംഭവിച്ചിരുന്നു. 144 വർഷങ്ങൾക്ക് ശേഷമാണ് കുംഭമേള സംഘടിപ്പിക്കുന്നത് എന്ന വാദം ശരിയല്ല. മമതാ ബാനർജി ഇങ്ങനെയാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന അവരുടെ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ അജണ്ട തുറന്നു കാട്ടുന്നതാണ് എന്നാണ് BJP വ്യക്തമാക്കിയതും. അവർ ആവർത്തിച്ചു നൽകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തോന്നുന്നുവെന്നും BJP നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു. സനാതന ധർമ്മത്തിലെ പവിത്രമായ സംഭവങ്ങളെ ദുർബലപ്പെടുത്തുവാനും അപമാനിക്കുവാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവരുടെ പ്രീണന രാഷ്ട്രീയവും അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.